എല്ലാവർക്കും കെട്ടിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണാനായിട്ട് പോകുന്നത് ഇൻസ്ട്രക്ടർ ഗ്രേഡ് എക്സാമിന്റെ പവർ സിസ്റ്റം സിലബസ് ആണ്. പവർ സിസ്റ്റം പാർട്ട് 2B ആയിട്ടാണ് നമ്മുടെ സിലബസിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തിരിക്കേണ്ട പോയിന്റ്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം നമ്മുടെ സിലബസിലുള്ളത് പവർ ജനറേഷൻ ആണ്. അപ്പോൾ നമുക്ക് പവർ ജനറേഷനെ കുറിച്ച് നോക്കാം. മെയിനായിട്ട് 3 പവർ പ്ലാന്റ്സും അതിന്റെ ലേ ഔട്ടും അതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആണ് മെയിനായിട്ട് സിലബസിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തെർമൽ പവർ പ്ലാന്റ് നോക്കാം. നമുക്ക് അറിയാവുന്ന പോലെ തെർമൽ പവർ പ്ലാന്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്യൂവൽ എന്ന് പറയുന്നത് കോളാണ്. ഓർത്തിരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്യൂവൽ കോളാണ്. ആ കോള് 4 ടൈപ്സ് ഉണ്ട്: ആന്ത്രാസൈറ്റ്, ബിറ്റുമിനസ്, ലിഗ്നൈറ്റ് ആൻഡ് പീറ്റ്. ഇതാണ് 4 ടൈപ്സ് ഓഫ് കോള്. അതിലെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ആന്ത്രാസൈറ്റ് ആണ്. ആന്ത്രാസൈറ്റ് ആണ് ബെസ്റ്റ് ടൈപ്പ് ഓഫ് കോള്. പക്ഷെ നമ്മുടെ ഇന്ത്യയിലെ പവർ പ്ലാന്റ്സിൽ യൂസ് ചെയ്യുന്നത് ബിറ്റുമിനസ് ആണ്. അപ്പോൾ ഓർത്തിരിക്കുക, ഇന്ത്യയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കോളിന്റെ ടൈപ്പ് എന്ന് പറയുന്നത് ബിറ്റുമിനസ് ആണ്. പക്ഷെ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ആന്ത്രാസൈറ്റ് ആണ്. നമുക്ക് അടുത്തത് നിങ്ങളുടെ സ്ക്രീനിൽ നമുക്ക് തെർമൽ പവർ പ്ലാന്റിന്റെ ഇത് കാണാം, ബ്ലോക്ക് ഡയഗ്രാം കാണാം. ഓക്കെ, അതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് അല്ലെങ്കിൽ അതിലെന്തൊക്കെയാണ് ഉള്ളതെന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. നമുക്കറിയാം, ആദ്യം കാണുന്ന പോലെ കോൾ സ്റ്റോറേജ് ആണ്. കോള് പ്ലേസ് ചെയ്യാനുള്ള സ്ഥലം. അത് നമ്മളൊരു കോൾ ഹാൻഡ്ലിംഗ് പ്ലാന്റിലോട്ട് നമ്മൾ സെൻഡ് ചെയ്യാണ്. ജസ്റ്റ് നിങ്ങൾ ഫിഗറിൽ നോക്കിക്കൊണ്ടിരിക്കുക. കോൾ ഹാൻഡ്ലിംഗ് പ്ലാന്റിൽ നിന്ന് അത് ബോയിലറിലോട്ട് പോകും. ബോയിലറിൽ നിന്ന് ഫ്ലൂ ഗ്യാസസും അതുപോലെ തന്നെ ബോയിലറിൽ നിന്ന് നേരിട്ട് സൂപ്പർ ഹീറ്ററിലോട്ടാണ് പോകുന്നത്. സൂപ്പർ ഹീറ്ററിൽ നിന്ന് എക്കണോമൈസർ വഴി എയർ പ്രീ ഹീറ്ററിലോട്ടും അതുപോലെ തന്നെ എക്കണോമൈസറിൽ നിന്ന് തിരിച്ച് ബോയിലറിലോട്ടും ഒരു കണക്ഷൻ പോകുന്നുണ്ട്. പിന്നെ നമുക്ക് താഴെ നമുക്ക് റിവർ കാണാം. റിവറിൽ നിന്ന് വാട്ടർ ട്രീറ്റ്മെന്റ് ചേമ്പറിലോട്ടും അതിൽ നിന്ന് ഫീഡ് വാട്ടർ പമ്പ് വഴി നമ്മുടെ എക്കണോമൈസറിലോട്ട് വെള്ളം നമ്മൾ പമ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തിരിക്കേണ്ടത് എക്കണോമൈസറിന്റെ മേലെ എയർ പ്രീ ഹീറ്റർ എന്ന് പറയുന്ന ബ്ലോക്ക് ഉണ്ട്. അത് നമ്മൾ നേരെ ചിമ്മിണിയിലോട്ടാണ് ഇൻഡ്യൂസ്ഡ് ഡ്രോട്ട് ഫാൻ വഴി നമ്മൾ ചിമ്മിണിയിൽ നിന്ന് എക്സോസ്റ്റ് ഗ്യാസ് പുറത്തു പോകും. നമ്മുടെ സൂപ്പർ ഹീറ്ററിൽ നിന്നാണ് നമ്മുടെ ടെർബൈനിലോട്ട് കണക്ഷൻ ഉള്ളത്. അപ്പോൾ കൊടുത്തിരിക്കുക, ടെർബൈനിലോട്ടുള്ള കണക്ഷൻ വരുന്നത് സൂപ്പർ ഹീറ്റർ ബ്ലോക്കിൽ നിന്നാണ്. ടെർബൈൻ നമ്മുടെ ഓൾട്ടർനേറ്റർ ആയിട്ട് കണക്റ്റഡ് ആണ്. ഓൾട്ടർനേറ്റർ നേരെ ട്രാൻസ്ഫോമറിലോട്ട് പിന്നെ നമ്മുടെ ട്രാൻസ്മിഷൻ എൻഡിലോട്ട് നമ്മൾ പോകുന്നു. അപ്പോൾ നമുക്കിതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്ലോക്സിന്റെ എന്തിനു വേണ്ടിയിട്ടാണ് ആ ബ്ലോക്സ് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പോണന്റ് എന്ന് പറയുന്നത് ബോയിലറാണ്. തെർമൽ പവർ പ്ലാന്റിൽ ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ബോയിലറാണ്. ബോയിലറിലാണ് നമ്മുടെ കമ്പഷൻ നടക്കുക. നമ്മുടെ ബോയിലറിലാണ്. ഓർത്തിരിക്കുക, കമ്പഷൻ നടക്കുന്ന പാർട്ട് എന്ന് പറയുന്നത് ബോയിലറാണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് സൂപ്പർ ഹീറ്റർ ആണ്. സൂപ്പർ ഹീറ്ററിലാണ് നമ്മുടെ സ്റ്റീം, നമ്മുടെ ബോയിലറിൽ കൂടി വരുന്ന സ്റ്റീമിനെ നമ്മൾ സൂപ്പർ ഹീറ്റഡ് സ്റ്റീം ആക്കുന്നത് സൂപ്പർ ഹീറ്ററിലാണ്. അപ്പോൾ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കും, സൂപ്പർ ഹീറ്ററിലെ സ്റ്റീമിനെ സൂപ്പർ ഹീറ്റഡ് സ്റ്റീം ആക്കാണ് ചെയ്യുന്നത്. അടുത്ത ബ്ലോക്ക് എന്ന് പറയുന്നത് എയർ പ്രീ ഹീറ്റർ ആണ്. എക്കണോമൈസറിന്റെ നേരെ മേലെയാണ് എയർ പ്രീ ഹീറ്റർ വരുന്നത്. എയർ പ്രീ ഹീറ്ററിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അത് നമ്മുടെ ഫ്ലൂ ഗ്യാസസിന്റെ ഹീറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് അതിനെ നമ്മുടെ ബോയിലറിലോട്ട് സെൻഡ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? എഫക്റ്റീവ് കമ്പഷന് വേണ്ടിയിട്ട്, നന്നായിട്ട് കത്തിക്കാൻ വേണ്ടിയിട്ട് എയർ പ്രീ ഹീറ്റർ നമ്മുടെ ഫ്ലൂ ഗ്യാസസിന്റെ ഹീറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് അതിനെ ബോയിലറിലോട്ട് സെൻഡ് ചെയ്യും. എന്തിനു വേണ്ടി? എഫക്റ്റീവ് കമ്പഷന് വേണ്ടിയിട്ട്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബ്ലോക്ക് ഡയഗ്രാം ആണ് എക്കണോമൈസർ. ഓക്കെ, എക്കണോമൈസറിന്റെ മെയിൻ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അത് ഫീഡ് വാട്ടറിൽ കൂടി വരുന്ന ഫീഡ് വാട്ടർ പമ്പിൽ കൂടി വരുന്ന വെള്ളത്തിന്റെ ടെമ്പറേച്ചറിനെ കൂട്ടി എങ്ങനെയാണ് കൂട്ടുന്നത്? ഫ്ലൂ ഗ്യാസസിന്റെ ഹെൽപ്പോട് കൂട്ടിയിട്ടാണ് അതിന്റെ ടെമ്പറേച്ചർ കൂട്ടുന്നത്. ഓക്കെ, ഓർത്തിരിക്കാം, എക്കണോമൈസർ എന്താണ്? സൂപ്പർ ഹീറ്ററിന്റെ മേലെയാണ് എക്കണോമൈസർ ഉള്ളത്. എക്കണോമൈസർ ടെമ്പറേച്ചർ ഇൻക്രീസ് ടെമ്പറേച്ചർ ഓഫ് ഫീഡ് വാട്ടർ വിത്ത് ഹെൽപ്പ് ഓഫ് ഫ്ലൂ ഗ്യാസസ്. അടുത്ത ഇമ്പോർട്ടന്റ് ഇതാണ് കണ്ടൻസർ. നമുക്കറിയാം, ഒരു കൂളിംഗ് ടവർ ഉണ്ട്. ആ കൂളിംഗ് ടവറിന്റെ മേലെയാണ് കണ്ടൻസർ. കണ്ടൻസറിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്റ്റീമിനെ വാട്ടറിലോട്ട്, നമ്മുടെ ഹീറ്റ് സ്റ്റീമിനെ വാട്ടറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടൻസർ യൂസ് ചെയ്യുക. അപ്പോൾ ഈ 5 കോമ്പോണൻസും അതിന്റെ ഫംഗ്ഷൻസും ഓർത്തിരിക്കുക. നമുക്ക് തെർമൽ പവർ പ്ലാന്റിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നോക്കാം. ഇമ്പോർട്ടന്റ് ആണ്. തെർമൽ പവർ പ്ലാന്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ആദ്യത്തെ ഇത് ഇനീഷ്യൽ കോസ്റ്റ് കുറവാണ്. തെർമൽ പവർ പ്ലാന്റിന്റെ ഇനീഷ്യൽ കോസ്റ്റ് കുറവാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹൈഡ്രോ ഇലക്ട്രിക് അല്ലെങ്കിൽ വിൻഡ് ടർബൈൻ പോലെ ഇത് വെതറിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. വെതറിന് ഡിപ്പെൻഡന്റ് അല്ല തെർമൽ പവർ പ്ലാന്റ്. മൂന്നാമത്തത് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് ലോഡ് സൈഡിൽ നമുക്ക് പ്ലേസ് ചെയ്യാം. തെർമൽ പവർ പ്ലാന്റ് നമുക്ക് ലോഡിന്റെ സൈഡിൽ പ്ലേസ് ചെയ്യാം. അതുകൊണ്ടുണ്ടാകുന്ന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ ലൈൻ ചാർജസും, അതായത് ട്രാൻസ്മിഷന് വേണ്ട ചാർജസും അതിന്റെ കണ്ടക്ടേഴ്സിന്റെ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ട്രാൻസ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ചാർജസും കുറയും. കാരണം നമുക്കറിയാം, ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ഒക്കെ നമ്മുടെ സിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ സൈഡിൽ നിന്ന് വളരെ ലാർജ് ഭയങ്കര ദൂരെയായിരിക്കും ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ഒക്കെ.
അപ്പോൾ ആ അത്രയും ദൂരം ട്രാൻസ്മിഷൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കോമ്പോണൻസിന്റെ എണ്ണം കൂടും, ട്രാൻസ്മിഷൻ ലൈനിന്റെ ലെങ്ത് കൂടും, അപ്പോൾ അതിനനുസരിച്ച് ചാർജസ് കൂടും. അത് പക്ഷേ തെർമൽ പവർ പ്ലാന്റിൽ നമ്മൾ ലോഡ് സൈഡിലാണ് പ്ലേസ് ചെയ്യുന്നതുകൊണ്ട് ട്രാൻസ്മിഷൻ ലൈനിന്റെ ചാർജസ് അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കോമ്പോണൻസിന്റെ ലെങ്ത്തും അതുപോലെ സൈസും ഒക്കെ കുറവ് മതി. അതുകൊണ്ടാണ് ട്രാൻസ്മിഷൻ ചാർജസ് കുറവ് മതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ട് അഡ്വാൻറ്റേജസ് ഓർത്തിരിക്കുക. അതുപോലെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് റണ്ണിങ് ചാർജസ് കൂടുതലാണ്, തെർമൽ പവർ പ്ലാന്റിന്റെ റണ്ണിങ് ചാർജസ് കൂടുതലാണ്. അതുപോലെ തന്നെ പൊല്യൂഷൻ ആയിട്ട് ഉണ്ടാക്കും, ഹൈ പൊല്യൂഷൻ തെർമൽ പവർ പ്ലാന്റ് വഴി ഉണ്ടാക്കും. അതുപോലെ തന്നെ ഫ്യൂവലിന്റെ കോസ്റ്റും അതുപോലെ തന്നെ കോള് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള കോസ്റ്റ് ഒക്കെ ഭയങ്കര ഹൈ ആയിരിക്കും. അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജസ്. അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഓർത്തിരിക്കുക. പവർ പ്ലാന്റ് നമ്മുടെ ഹൈഡ്രോ പവർ പ്ലാന്റ് ആണ്. ഹൈഡ്രോ പവർ പ്ലാന്റിന്റെ ഫിഗർ നിങ്ങൾക്ക് കാണാം, സ്കീമാറ്റിക് അറേഞ്ച്മെന്റ് കാണാം. നമുക്കറിയാം ഇതിലൊരു റിസർവോയർ ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന മെയിൻ ഹൈഡ്രോ പവർ പ്ലാന്റ് ആണ്, നമ്മുടെ ഇടുക്കിയിലൊക്കെ ഉള്ള പവർ പ്ലാന്റ് ആണ് ഹൈഡ്രോ പവർ പ്ലാന്റ്. ഒരു റിസർവോയർ ഉണ്ട്, ആ റിസർവോയറിന് അക്രോസ് നമ്മൾ ഡാം കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ആ ഡാമിൽ നിന്നൊരു പ്രഷർ ചാനൽ വഴി നമ്മുടെ വാൽ ഹൗസിലോട്ട് നമ്മൾ വെള്ളം പമ്പ് ചെയ്യും. വാൽ ഹൗസിൽ നിന്ന് പെൻസ്റ്റോക്ക് വഴി നമ്മുടെ പവർ ഹൗസിലോട്ട് നമ്മൾ പവർ ഹൗസിൽ ടർബൈൻ ഉണ്ട്. ആ പെൻസ്റ്റോക്ക് വഴി നമ്മുടെ വാട്ടറിന്റെ എനർജി, അതായത് ഒരു ഹെഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഹെഡ് കൊണ്ട് നമുക്കൊരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ആ പൊട്ടൻഷ്യൽ എനർജിനെ നമ്മൾ കൈനറ്റിക് എനർജി ആക്കിയിട്ട് മാറ്റാണ്. ഏതിൽ ആ പെൻസ്റ്റോക്കിൽ കൂടെ വാട്ടർ ഫ്ലോ ചെയ്യുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഓഫ് വാട്ടറിന് നമ്മൾ കൈനറ്റിക് എനർജി ഓഫ് വാട്ടർ ആക്കാണ്. ആ വാട്ടർ നമ്മുടെ പവർ ഹൗസിൽ ഉള്ള ടർബൈനിൽ ഹിറ്റ് ചെയ്യുമ്പോൾ ആ ടർബൈൻ കറങ്ങും. ആ ടർബൈൻ കറങ്ങുമ്പോൾ നമ്മുടെ ഓൾട്ടർനേറ്റർ അതായിട്ട് കപ്പിൾഡ് ആയിരിക്കും, ടർബൈനായിട്ട് കപ്പിൾഡ് ആയിരിക്കും. ടർബൈൻ കറങ്ങുന്നതിനൊപ്പം നമ്മുടെ ഓൾട്ടർനേറ്റർ കറങ്ങും. അങ്ങനെ ഓൾട്ടർനേറ്റർ നമുക്ക് ആവശ്യമുള്ള സപ്ലൈ തരും. ആ ഓൾട്ടർനേറ്റർ നമ്മുടെ ട്രാൻസ്ഫോമറിലോട് കണക്ട് ആയിരിക്കും, പിന്നെ അത് ട്രാൻസ്മിറ്റ് ചെയ്യും. ഇതാണ് മെയിനായിട്ട് നമ്മുടെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് സ്കീമാറ്റിക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിലെ രണ്ട് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഓർത്തിരിക്കേണ്ടത്, ഇമ്പോർട്ടൻറ്റ് കോമ്പോണൻസ് ഉണ്ട്. അതിലൊന്നും സർജ് ടാങ്കും രണ്ട് പെൻസ്റ്റോക്ക് ആണ്. ഇത് ഓർത്തിരിക്കാം. സർജ് ടാങ്ക് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് പെൻസ്റ്റോക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ സർജ് ടാങ്ക് യൂസ് ചെയ്യുക. അതായത് നമ്മുടെ പെൻസ്റ്റോക്കിനുള്ളിൽ എങ്ങാനും വെള്ളത്തിന്റെ അളവ് കൂടാണെങ്കിൽ ആ പെൻസ്റ്റോക്കിന് പ്രഷർ താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ആ സമയത്ത് എന്തുണ്ടാവും, ആ പെൻസ്റ്റോക്കിലെ കൂടുതലുള്ള വെള്ളം നമ്മുടെ സർജ് ടാങ്കിലേക്ക് പമ്പ് ചെയ്യും. അപ്പോൾ പെൻസ്റ്റോക്കിന്റെ വാട്ടറിന്റെ പ്രഷർ കുറയ്ക്കാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് സർജ് ടാങ്ക് യൂസ് ചെയ്യാം. അടുത്തത് പെൻസ്റ്റോക്ക് ആണ്. പെൻസ്റ്റോക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് കൺവേർട്സ് പൊട്ടൻഷ്യൽ എനർജി വാട്ടർ ഇൻടു കൈനറ്റിക് എനർജി. പെൻസ്റ്റോക്കിലാണ് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആക്കി മാറ്റുന്നത്. ഓക്കെ, ഇതാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ് കോമ്പോണൻസ് ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിന്റെ. അടുത്തത് നമുക്ക് ടർബൈൻ കുറിച്ച് നോക്കാം. നമ്മുടെ ഇതിൽ യൂസ് ചെയ്യുന്ന ടർബൈൻ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോ ഇലക്ട്രിക്കിന് രണ്ട് ടൈപ്സ് ഓഫ് ടർബൈൻസ് ആണ് ഉള്ളത്. ഒന്ന് ഇമ്പൾസും ഒന്ന് റിയാക്ഷൻ ടർബൈനും. ഇമ്പൾസിൽ ഉള്ള ടർബൈൻ ആണ് പെൽറ്റൻ വീൽ. പെൽറ്റൻ വീൽ ടർബൈൻ ആണ് ഇമ്പൾസ് ടൈപ്പ് ഓഫ് ടർബൈൻ നമ്മൾ യൂസ് ചെയ്യുക പെൽറ്റൻ വീൽ ആണ്. നേരെ മറിച്ച് റിയാക്ഷൻ ടൈപ്പിൽ ഫ്രാൻസിസും കപ്ലാനും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പോയിന്റ് കൊടുത്തിട്ട് ഇമ്പൾസിന്റെ അണ്ടറിലാണ് വരുന്നത് പെൽറ്റൻ വീൽ വരുന്നത്. ഇമ്പൾസിന്റെ അണ്ടറിലും ഫ്രാൻസിസും കപ്ലാനും റിയാക്ഷൻ ടർബൈന്റെ അണ്ടറിലാണ് വരുന്നത്. നേരത്തെ പഠിച്ച ഫ്രാൻസിസും പെൽറ്റനും കെപ്ലാനും ഏതൊക്കെ ആപ്ലിക്കേഷൻസാണ് യൂസ് ചെയ്യാനാണ് നോക്കുന്നത്. പെൽറ്റൻ വീൽ ടർബൈൻ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുക ഹൈ ഹെഡിനും ലോ ഡിസ്ചാർജ് ആപ്ലിക്കേഷൻസിനാണ് പെൽറ്റൻ വീൽ ടർബൈൻ യൂസ് ചെയ്യുക. അതായത് എവിടെയാണോ ഹെഡ് കൂടുതലുള്ളത് അതുപോലെ ആ ഹെഡ് കൂടുതലുള്ള സ്ഥലത്ത് ഡിസ്ചാർജ് കുറവായിരിക്കും, അവിടെ നമ്മൾ പെൽറ്റൻ വീലാണ് യൂസ് ചെയ്യുക. ഫ്രാൻസിസ് ടർബൈൻ യൂസ് ചെയ്യുന്നത് മീഡിയം ഹെഡിനും മീഡിയം ഡിസ്ചാർജ് പർപ്പസിനാണ് ഫ്രാൻസിസ് ടർബൈൻ യൂസ് ചെയ്യുക. അടുത്തത് കെപ്ലാൻ ടർബൈൻ നമ്മൾ യൂസ് ചെയ്യുക ലോ ഹെഡിനും ഹൈ ഡിസ്ചാർജ് ആപ്ലിക്കേഷൻസിനാണ് നമ്മൾ കെപ്ലാൻ ടർബൈൻ യൂസ് ചെയ്യുക. ഹെഡ് ബേസ് ചെയ്തിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പെൽറ്റൻ ആണ് ഹൈ ഹെഡ് യൂസ് ചെയ്യുക. പെൽറ്റന്റെ ഹെഡ് ഗ്രേറ്റർ ദാൻ ഫ്രാൻസിസ് ഗ്രേറ്റർ ദാൻ കെപ്ലാൻ ആയിരിക്കും. നേരെ മറിച്ച് സ്പീഡിന്റെ ബേസിൽ നോക്കുകയാണെങ്കിൽ കെപ്ലാൻ ടർബൈൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ സ്പീഡിൽ കറങ്ങാം, അതിനുശേഷം ഫ്രാൻസിസ്, അതിനുശേഷം പെൽറ്റൻ. ജസ്റ്റ് ഈ ഒരു ഇതൊന്നും ഓർത്തിരിക്കുക, ഈ ഒരു ഓർഡർ ഓർത്തിരിക്കുക. ഹെഡിന്റെ ബേസ് നോക്കുമ്പോൾ പെൽറ്റൻ ആണ് ഏറ്റവും ഹൈ ഹെഡ്. സ്പീഡിന്റെ കേസ് നോക്കുകയാണെങ്കിൽ കെപ്ലാൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ സ്പീഡ്. വാട്ടർ ഫ്ലോവിന്റെ ഡയറക്ഷൻ അനുസരിച്ച് നമുക്ക് ടർബൈനിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ കെപ്ലാൻ ടർബൈനിന്റെ കേസിൽ വാട്ടർ ഫ്ലോന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആക്സിയൽ ഡയറക്ഷനിലായിരിക്കും വാട്ടറിന്റെ ഫ്ലോ വരാം. നേരെ മറിച്ച് ഫ്രാൻസിസിൽ റേഡിയൽ ആയിട്ടുള്ള ഡയറക്ഷനിലായിരിക്കും വെള്ളത്തിന്റെ ഫ്ലോ ഉണ്ടാവുക. നേരെ മറിച്ച് പെൽറ്റനിൽ ടാൻജൻഷ്യലായിരിക്കും. ഓർത്തിരിക്കുക, കെപ്ലാനിലെ ഡയറക്ഷൻ വാട്ടർ ഫ്ലോ എന്ന് പറഞ്ഞാൽ ആക്സിയലായിരിക്കും, ഫ്രാൻസിസിൽ റേഡിയലായിരിക്കും, പെൽറ്റനിൽ ടാൻജൻഷ്യലായിരിക്കും. ചിലപ്പോൾ വൺ വേർഡ് ആയിട്ട് നമുക്ക് ചോദിക്കാവുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് അക്കോർഡിംഗ് ടു ഡയറക്ഷൻ ഓഫ് വാട്ടർ ഫ്ലോ വിച്ച് ഓഫ് ദി ഫോളോവിങ് ടർബൈൻസ് ഈസ് ഹാവിംഗ് ആക്സിയൽ ഡയറക്ഷൻ. അപ്പോൾ ഈ മൂന്ന് ഇത് ഓർത്തിരിക്കുക. കെപ്ലാൻ ആക്സിയലാണ്, ഫ്രാൻസിസ് റേഡിയലാണ്, പെൽറ്റൻ ടാൻജൻഷ്യലാണ്. പിന്നെ വേറെ ഒരു ടർബൈൻ ഉണ്ട് ഡെറിയാസ് എന്ന് പറഞ്ഞ ടർബൈൻ. അതിന്റെ ഫ്ലോ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആക്സിയൽ ഡയഗണലാണ്. നമ്മുടെ SSC എക്സാമിൽ ചോദിച്ചിരുന്ന ചോദ്യമാണ്. ഡെറിയാസ് ടർബൈൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആക്സിസ് ഫ്ലോ എന്ന് പറയുന്നത് ഡയഗണലായിരിക്കും. ഇലക്ട്രിക് പവർ പ്ലാന്റിന്റെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജ് ആണ്. നേരത്തെ പഠിച്ച തെർമൽ പവർ പ്ലാന്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഹൈഡ്രോ പവർ പ്ലാന്റിന്റെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും. നമുക്ക് നോക്കാം. അഡ്വാൻറ്റേജിൽ ആദ്യത്തെ വരുന്നത് റണ്ണിംഗ് കോസ്റ്റ് ഭയങ്കര കുറവായിരിക്കും. ഇത് ഹൈഡ്രോ പവർ പ്ലാന്റിന്റെ കേസിൽ റണ്ണിംഗ് കോസ്റ്റ് ഭയങ്കര കുറവായിരിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം നാച്ചുറൽ സോഴ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഹൈഡ്രോ പവർ പ്ലാന്റിലെ ഫ്യൂവലായിട്ട്. അതുപോലെ തന്നെ പൊല്യൂഷൻ ഇല്ല. അതുപോലെ തന്നെ ഫ്യൂവൽ കോസ്റ്റും ഫ്യൂവലിന്റെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഒന്നും ഹൈഡ്രോ പവർ പ്ലാന്റിനെ വരില്ല. നേരെ മറിച്ച് ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹൈ ഇനീഷ്യൽ കോസ്റ്റ് ആണ്. അതായത് കൺസ്ട്രക്ഷൻ സമയത്ത് ഇനീഷ്യൽ കോസ്റ്റ് ഭയങ്കര ഹൈ ആയിരിക്കും. കാരണം നമുക്കറിയാം ഡാം ഒക്കെ ഉണ്ടാക്കേണ്ട ആവശ്യകത ഉള്ളതുകൊണ്ട് തന്നെ അതിന് ഇനീഷ്യൽ കോസ്റ്റ് ഹൈ ആയിരിക്കും. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ വെതറിനെ ഡിപ്പെൻഡ് ചെയ്യും.
കാരണം ചൂടുകാലത്തൊക്കെ മഴയുടെ കുറവ് കാരണം നമുക്കറിയാം നമ്മുടെ അവിടെ പവർ കട്ടൊക്കെ ഉണ്ടാവാറുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ വെതറിനെ ഡിപ്പെൻഡ് ചെയ്യും ഹൈഡ്രോ പവർ പ്ലാന്റ്, ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അടുത്തത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹൈഡ്രോ പവർ പ്ലാന്റ് നമ്മുടെ ലോഡ് സൈഡിൽ നിന്ന് വളരെ അകലെയായിരിക്കും പ്ലാന്റ് സിറ്റുവേറ്റ് ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്ത് നമ്മുടെ ലോഡ് സൈഡിലേക്ക് എത്തിക്കണമെങ്കിൽ ധാരാളം ലെങ്ത് ഓഫ് കേബിളും ലെങ്ത് ഓഫ് കണ്ടക്ടേഴ്സ് ഒക്കെ ഭയങ്കര കൂടുതലായിട്ട് ആവശ്യം വരും. കാരണം ഇത് ഫാർ അവേ ഫ്രം ദി ലോഡ് സൈഡ്. അതുകൊണ്ട് തന്നെ ട്രാൻസ്മിഷൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കോമ്പോണൻസിന്റെ എണ്ണം ക്വാണ്ടിറ്റി ഒക്കെ ഭയങ്കര കൂടുതലായിട്ട് ആവശ്യം വരും. അതുകൊണ്ട് ട്രാൻസ്മിഷൻ കോസ്റ്റ് കൂടും. അതാണ് മെയിൻ ആയിട്ടുള്ള 3 ഡിസഡ്വാൻറ്റേജ്. ഇപ്പോൾ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഓർത്തിരിക്കാം. ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. ഏതെങ്കിലും ഹൈഡ്രോ പവർ പ്ലാന്റ്, ഏതെങ്കിലും പവർ പ്ലാന്റിൽ നിന്ന് among the following which are the advantages, which is the disadvantages എന്ന് വേണമെങ്കിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. പവർ പ്ലാന്റ് നമ്മുടെ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണ്. ന്യൂക്ലിയർ പവർ പ്ലാന്റിന്റെ ഒരു സ്കീമാറ്റിക് നമുക്ക് കാണാം. അതിൽ നമുക്ക് അറിയാവുന്ന പോലെ ന്യൂക്ലിയർ റിയാക്ടർ ഉണ്ട്. ന്യൂക്ലിയർ റിയാക്ടറിന്റെ ഉള്ളിലാണ് നമ്മൾ കേട്ടിരിക്കുന്ന മോഡറേറ്ററും അതുപോലെ തന്നെ കൺട്രോൾ റോഡ്സും ഫ്യൂവൽ റോഡ്സും ഒക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നത് റിയാക്ടറിന്റെ ഉള്ളിലാണ്. അതിന്റെ ഉള്ളിൽ നിന്ന് പ്രഷറൈസർ വഴി നമ്മുടെ ഹീറ്റ് എക്സ്ചേഞ്ചറിലോട്ട് നമ്മുടെ ന്യൂക്ലിയർ ഫ്യൂവലായ യുറാനിയം അല്ലെങ്കിൽ തോറിയം നമ്മൾ യൂസ് ചെയ്യും. അത് നമ്മുടെ ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്ക് വരും. ഓക്കെ, ഹീറ്റ് എക്സ്ചേഞ്ചറിൽ നിന്ന് നമ്മുടെ സ്റ്റീമായിട്ട് നമ്മുടെ സ്റ്റീം ടർബൈനിലോട്ട് പോകും. അവിടെ സ്റ്റീം ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിന് കപ്പിൾ ചെയ്തിരിക്കുന്ന ഓൾട്ടർനേറ്റർ അതിനനുസരിച്ച് കറങ്ങും. ഇതാണ് നമ്മുടെ ന്യൂക്ലിയർ റിയാക്ടറിന്റെ ഒരു സ്കീമാറ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓരോ കോമ്പോണൻസ് നമുക്ക് നോക്കാം. ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ മെയിൻ ആയിട്ട് ചോദിക്കാറുള്ള 2 ഇതുകളാണ് മോഡറേറ്ററും കൺട്രോൾ റോഡും. മോഡറേറ്റർ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുക ന്യൂട്രോൺസ് സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ന്യൂട്രോൺസിന്റെ സ്പീഡ് സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോഡറേറ്റർ നമ്മൾ യൂസ് ചെയ്യുക. നമുക്കറിയാം നമ്മുടെ ന്യൂക്ലിയർ പവർ പ്ലാന്റ് നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫിഷൻ ആണ് നമ്മുടെ ന്യൂക്ലിയർ പവർ പ്ലാന്റിന്റെ ഉള്ളിൽ നടക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പുറപ്പെടുന്ന ന്യൂട്രോൺസിന്റെ സ്പീഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോഡറേറ്റർ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ മോഡറേറ്റർ നമ്മൾ ഉണ്ടാക്കുന്നത് ഗ്രാഫൈറ്റ് വെച്ചിട്ടാണ്. ഇമ്പോർട്ടൻ്റ് ഓർത്തിരിക്കുക, മോഡറേറ്റർ നമ്മൾ ഉണ്ടാക്കുക ഗ്രാഫൈറ്റ് വെച്ചിട്ടാണ്. അടുത്തത് കൺട്രോൾ റോഡ്സ് ആണ്. കൺട്രോൾ റോഡ്സ് എന്ന് പറഞ്ഞാൽ ഫിഷനിൽ ചെയിൻ റിയാക്ഷൻ ആണ് ഹാപ്പൻ ചെയ്യുന്നത്. അപ്പോൾ ആ ചെയിൻ റിയാക്ഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺട്രോൾ റോഡ്സ് യൂസ് ചെയ്യുക. കൺട്രോൾ റോഡ് എന്ന വാക്കിൽ നമുക്കറിയാം കൺട്രോൾ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അതുകൊണ്ട് തന്നെ ചെയിൻ റിയാക്ഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺട്രോൾ റോഡ്സ് യൂസ് ചെയ്യാം. കൺട്രോൾ റോഡ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് കാഡ്മിയം അല്ലെങ്കിൽ ബോറോൺ ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ഇതിലെ കാഡ്മിയം എന്ന് പറയുന്നത് ഗുഡ് അബ്സോർബർ ഓഫ് ന്യൂട്രോൺ ആണ്. ന്യൂട്രോണിന്റെ നല്ല അബ്സോർബർ ആണ് കാഡ്മിയം. അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂവൽ റോഡ് ഉണ്ട്. ഫ്യൂവൽ റോഡിൽ നമ്മൾ യുറാനിയം കൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് ഉണ്ടാക്കുക. അടുത്ത നമ്മുടെ ഫ്യൂവൽ എന്ന് പറയുന്നത് നമ്മുടെ ന്യൂക്ലിയർ പവർ പ്ലാന്റിലെ ഫ്യൂവൽ എന്ന് പറയുന്നത് യുറാനിയം 235 ആണ്, അല്ലെങ്കിൽ തോറിയം 233. അപ്പോൾ ജസ്റ്റ് നോക്കിയിരിക്കാം. അടുത്തത് നമ്മുടെ ന്യൂക്ലിയർ പവർ പ്ലാന്റിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആണ്. നമുക്കറിയാം ന്യൂക്ലിയർ പവർ പ്ലാന്റിലും റണ്ണിംഗ് കോസ്റ്റ് ഭയങ്കര കുറവാണ്. അതുപോലെ തന്നെ നമുക്ക് ന്യൂക്ലിയർ ഫ്യൂവല് ചെറിയൊരു എമൗണ്ട് മതി. അതുകൊണ്ട് തന്നെ അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഭയങ്കര കുറവാണ്. പക്ഷേ നേരെ മറിച്ച് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അത് ഇനിഷ്യൽ കോസ്റ്റ് ഭയങ്കര ഹൈ ആണ്. അതുപോലെ തന്നെ നമ്മൾ തെർമൽ സ്റ്റീം പവർ പ്ലാന്റിൽ പറഞ്ഞതുപോലെ തന്നെ അതിൽ പൊല്യൂഷൻ കണ്ടന്റ് അതിലുണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഓർത്തിരിക്കുക, ഇത് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഓർത്തിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ റിയാക്ടറിന്റെ കോർ എപ്പോഴും സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ലെങ്കിൽ സിർക്കോണിയം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏത് റിയാക്ടറിന്റെ കോർ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് സിർക്കോണിയം അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ് നമ്മുടെ റിയാക്ടറിന്റെ കോർ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞത് മോഡറേറ്റർ സ്പീഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. ഗ്രാഫൈറ്റ് കൊണ്ടാണ് നോർമലി നമ്മൾ മോഡറേറ്റർ ആയിട്ട് യൂസ് ചെയ്യുക, ഗ്രാഫൈറ്റ് ആണ്. അതുപോലെ നമ്മൾ ഹെവി വാട്ടറും ബെറിലിയും ചില സമയങ്ങളിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ജസ്റ്റ് ഓർത്തിരിക്കുക ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. അതുപോലെ തന്നെ അതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഓർത്തിരിക്കുക. നമ്മൾ പഠിച്ച ഈ പ്ലാന്റ്സിൽ 2 ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് ആയിട്ട് തിരിക്കാം. ബേസ് ലോഡ് പ്ലാന്റ്സും അതുപോലെ തന്നെ പീക്ക് ലോഡ് പ്ലാന്റ്സ്. ബേസ് ലോഡ് പ്ലാന്റ്സ് എന്ന് വെച്ചാൽ ത്രൂ ഔട്ട് ദി ഇയർ അത് എപ്പോഴും ഒരു നോർമൽ മിനിമം എമൗണ്ട് ഓഫ് ലോഡ് എപ്പോഴും നമുക്ക് സപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കാൻ പറ്റുന്ന പ്ലാന്റ്സിനെയാണ് നമ്മൾ ബേസ് ലോഡ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് പീക്ക് ലോഡ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ പീക്ക് ആയിട്ടുള്ള സമയത്ത്, അത് പീക്ക് ലോഡ് വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ലോഡ് സപ്ലൈ ചെയ്യാൻ പറ്റുന്ന പവർ പ്ലാന്റ്സിനാണ് നമ്മൾ പീക്ക് ലോഡ് പവർ പ്ലാന്റ്സ് എന്ന് പറയും. അതിലെ ബേസ് ലോഡ് പവർ പ്ലാന്റ്സിന്റെ അണ്ടറിൽ വരുന്ന പ്ലാന്റ്സുകളാണ് ന്യൂക്ലിയർ പവർ പ്ലാന്റ്, അതുപോലെ തന്നെ റൺ ഓഫ് പവർ പ്ലാന്റ്, വിൻഡ് ഫാമും അതുപോലെ ഹൈഡ്രോയും ഒക്കെ ബേസ് ലോഡ് പവർ പ്ലാന്റ്സിൽ വരുന്നതാണ്. അതായത് ത്രൂ ഔട്ട് ദി ഇയർ അവർക്ക് ഒരു മിനിമം ലോഡ് എപ്പോഴും അവർക്ക് സപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. നേരെ മറിച്ച് പീക്ക് ലോഡ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ പീക്ക് ലോഡ് പെട്ടെന്നൊരു ലോഡ് പീക്കായിട്ട് വരാണ്, ആരും ഉപയോഗിക്കാണ്ട് പെട്ടെന്ന് ഒരു ഏരിയയിലെ ലോഡിന്റെ ഡിമാൻഡ് കൂടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ പവർ സ്റ്റേഷൻ അത് ആ ലോഡിനെ സപ്ലൈ ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിൽ വരുന്ന ആ പീക്ക് ലോഡ് പ്ലാന്റ്സിൽ വരുന്ന പ്ലാന്റ്സുകളാണ് ഹൈഡ്രോ പവർ പ്ലാന്റും അതുപോലെ തന്നെ ഡീസൽ പമ്പ് പവർ പ്ലാന്റും. അപ്പോൾ ഈ 2 പോയിന്റ് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഏതൊക്കെയാണ് ബേസ് ലോഡ് പവർ പ്ലാന്റും അതുപോലെ തന്നെ പീക്ക് ലോഡ് പവർ പ്ലാന്റ്സും ഏതാണ് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇത് നമ്മുടെ 10ാമത്തെ പോയിന്റാണ്. 10ാമത്തെ പോയിന്റ് നമ്മുടെ ജനറേഷനിൽ തന്നെ ഡിഫറെന്റ് ടേംസുകളുണ്ട്. ആ ടേംസിനെ കുറിച്ച് നോക്കാം. ആദ്യത്തത് ഒരു കർവാണ്, ലോഡ് കർവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പവർ വേഴ്സസ് ടൈം ഗ്രാഫിനെയാണ് നമ്മൾ ലോഡ് കർവ്
എന്ന് പറയുന്നത്. അതായത് എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസിൽ പവർ എടുക്കുകയാണെങ്കിൽ ഓരോ ടൈമിനും എത്ര പവറാണ് കൺസ്യൂം ചെയ്യണമെന്ന് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ആ കർവിനെ നമ്മൾ ലോഡ് കർവ് എന്ന് പറയും. ലോഡ് കർവ് നമ്മൾ 3 തരത്തിൽ ലോഡ് കർവ് ഉണ്ട്. ഡെയിലി ലോഡ് കർവ്, മന്ത്ലി ലോഡ് കർവ് ആൻഡ് ഇയർലി ലോഡ് കർവ്. നമ്മൾ ഡെയിലിയുള്ള ലോഡ്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ ഡെയിലി ഉള്ള സമയം, അതായത് 24 മണിക്കൂർ, ആ 24 മണിക്കൂറിൽ എത്ര പവറാണ് കൺസ്യൂം ചെയ്യണമെങ്കിൽ ആ കർവിനെ നമ്മൾ ഡെയിലി ലോഡ് കർവ് എന്ന് പറയും. നേരെ മറിച്ച് മന്ത്ലി ലോഡ് കർവിൽ നമ്മൾ ഒരു മാസത്തേക്ക് സപ്പോസ് 30 ദിവസം 31 ദിവസം ഉണ്ടെങ്കിൽ 31 ദിവസത്തിലത്തെ ഓരോ ദിവസത്തിലെ പവർ നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ആ ലോഡ് കർവ് നമ്മൾ മന്ത്ലി ലോഡ് കർവ് എന്ന് പറയും. നേരെ മറിച്ച് ഇയർലി ആണെങ്കിൽ ഒരു വർഷം മുഴുവനുള്ള ടോട്ടൽ ലോഡിനെ നമ്മൾ അല്ലെങ്കിൽ പവറിനെ നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന കർവിനെയാണ് നമ്മൾ ഇയർലി ലോഡ് കർവ് എന്ന് പറയുന്നത്. ഇനി ആ ലോഡ് കർവിന്റെ ഏരിയ എന്ന് പറയുന്നത് ആവറേജ് ലോഡാണ്. മീൻസ് ആവറേജ് ലോഡ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ടേം ഇതാണ്. ആവറേജ് ലോഡ് എന്ന് പറഞ്ഞാൽ ഏരിയ അണ്ടർ ദി ലോഡ് കർവ് ഡിവൈഡഡ് ബൈ ടൈം. ആവറേജ് അത് ഇവിടെയും നമുക്ക് ഡെയിലി ആവറേജ് ലോഡ് ആവാം, മന്ത്ലി ആവാം, ഇയർലി ആവാം. ആവറേജ് ലോഡ് എന്ന് പറഞ്ഞാൽ ഏരിയ അണ്ടർ ദി ലോഡ് കർവ് ഡിവൈഡഡ് ബൈ ടൈം. നമുക്കറിയാം പവർ ഇൻറ്റു ടൈം എന്ന് പറഞ്ഞതാണ് നമ്മുടെ എനർജി. അതുകൊണ്ടാണ് നമ്മുടെ ലോഡ് കർവിൽ നമുക്ക് പവറും ടൈമാണ് പ്ലോട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ലോഡ് കർവിൽ നിന്ന് കിട്ടുന്ന ഏരിയ എന്ന് പറയുന്നത് പവർ ഇൻറ്റു ടൈം എനർജി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആവറേജ് ലോഡിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് യൂണിറ്റ് ജനറേറ്റഡ് ഡിവൈഡഡ് ബൈ ടൈം. ഇനി ഇതിലെ ഡെയിലി ലോഡ് കർവ് ആണെങ്കിൽ ഇവിടെ ടൈം 24 hours ആയിരിക്കും. മന്ത്ലി ആണെങ്കിൽ ഇവിടെ 30 അല്ലെങ്കിൽ 31 × 24 ആയിരിക്കും. ഇനി ഇയർലി ആണെങ്കിൽ ഇവിടെ 8760 hours ആയിരിക്കും ടൈമിന്റെ അവിടെ വരാം. അപ്പോൾ ഈ ഇക്വേഷൻ കൊടുത്തിരിക്കാം. ആവറേജ് ലോഡ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് യൂണിറ്റ്സ് ജനറേറ്റഡ് ഡിവൈഡഡ് ബൈ ടൈം. അടുത്ത ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് ആവറേജ് ലോഡ് ഇതിന് കൊടുത്തിരിക്കുന്ന ഫാക്ടർ ആണ് ലോഡ് ഫാക്ടർ എന്ന് പറയുന്നത്. LF എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ലോഡ് ഫാക്ടർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആവറേജ് ലോഡ് ഡിവൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡ്. മാക്സിമം ഡിമാൻഡ് നമ്മൾ ഡിനോട്ട് ചെയ്യുക MD ആയിട്ടാണ്. അപ്പോൾ കൊടുത്തിരിക്കുക ലോഡ് ഫാക്ടർ എന്ന് പറയുന്നത് ആവറേജ് ലോഡ് ഡിവൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡ് ആണ് ലോഡ് ഫാക്ടർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ഈ ആവറേജ് ലോഡിന്റെ ഒപ്പം നമ്മൾ T മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇൻറ്റു ടൈം ചെയ്യുകയാണെങ്കിൽ സപ്പോസ് മൾട്ടിപ്ലൈ വിത്ത് ടൈം, 2 മൾട്ടിപ്ലൈ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്ത് ലോഡ് ഫാക്ടർ തന്നെയാവും. അപ്പോൾ ഇത് T കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആവറേജ് ലോഡ് ഇൻറ്റു ടൈം എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ നിന്ന് നമ്പർ ഓഫ് യൂണിറ്റ്സ് ജനറേറ്റഡ് എന്ന് കിട്ടും. അപ്പോൾ നമ്പർ ഓഫ് യൂണിറ്റ് ജനറേറ്റഡ് എന്ന് പറഞ്ഞാൽ ആവറേജ് ലോഡ് ഇൻറ്റു ടൈം ആണ് നമ്പർ ഓഫ് യൂണിറ്റ് ജനറേറ്റഡ്. അങ്ങനെയാണെങ്കിൽ ലോഡ് ഫാക്ടറിലെ ന്യൂമറേറ്റർ പാർട്ട് യൂണിറ്റ്സ് ജനറേറ്റഡ് ഇൻ T hours ആവും ഡിവൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡ് ഇൻറ്റു T hours. ഇക്വേഷൻ കൊടുത്തിരിക്കുക. ലോഡ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ആവറേജ് ലോഡ് ഡിവൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് യൂണിറ്റ് ജനറേറ്റഡ് ഇൻ T hours ഡിവൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡ് ഇൻറ്റു T hours. അടുത്ത ഇമ്പോർട്ടൻറ്റ് ഇതാണ് ലോഡ് ഫാക്ടർ എപ്പോഴും 1ന് താഴെ ആയിരിക്കും. ലോഡ് ഫാക്ടറിന്റെ വാല്യൂ എപ്പോഴും 1ന് താഴെ ആയിരിക്കും. നേരിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ദ വാല്യൂ ഓഫ് ലോഡ് ഫാക്ടർ ഓൾവേസ് ലെസ് ദാൻ 1, ഗ്രേറ്റർ ദാൻ 1, 0 to 0 ലെസ് ദാൻ LF ലെസ് ദാൻ 1, ഗ്രേറ്റർ ദാൻ 1 എന്ന ഓപ്ഷൻ നമുക്ക് ചോദിക്കാം. അപ്പോൾ ഓർത്തിരിക്കുക ലോഡ് ഫാക്ടർ എപ്പോഴും ലെസ് ദാൻ 1 ആയിരിക്കും. അടുത്ത ഫാക്ടറാണ് ഡിമാൻഡ് ഫാക്ടർ. ഡിമാൻഡ് ഫാക്ടർ എന്ന് പറയുന്നത് മാക്സിമം ഡിമാൻഡ് ബൈ കണക്റ്റഡ് ലോഡ് ആണ് ഡിമാൻഡ് ഫാക്ടർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക ഡിമാൻഡ് ഫാക്ടർ വഴി ഡിമാൻഡ് എന്ന് പറഞ്ഞ ടേം ഉണ്ടെങ്കിൽ ന്യൂമറേറ്ററിൽ ഡിമാൻഡിന്റെ ടേം ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ മാക്സിമം ഡിമാൻഡ് ഡിവൈഡഡ് ബൈ കണക്റ്റഡ് ലോഡ്. ഓർത്തിരിക്കുക കണക്റ്റഡ് ലോഡ് ആണ് ഡിമാൻഡ് ഫാക്ടർ. നേരത്തെ പറഞ്ഞ ലോഡ് ഫാക്ടർ ലെസ് ദാൻ 1 എന്ന് പറഞ്ഞ പോലെ തന്നെ ഡിമാൻഡ് ഫാക്ടറും ഓൾവേസ് ലെസ് ദാൻ 1 ആയിരിക്കും. അപ്പോൾ ഈ 3 ടേംസും ഓർത്തിരിക്കുക. ആവറേജ് ലോഡ്, മാക്സിമം ഡിമാൻഡ്, ലോഡ് ഫാക്ടർ ആൻഡ് ഡിമാൻഡ് ഫാക്ടർ. ഈ 3 ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ഫാക്ടറാണ് ഡൈവേഴ്സിറ്റി ഫാക്ടർ. ഡൈവേഴ്സിറ്റി ഫാക്ടർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സം ഓഫ് ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ്സ് ഡിവൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡ് അറ്റ് പവർ സ്റ്റേഷൻ. അതായത് സം ഓഫ് ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ് എന്ന് വെച്ചാൽ സപ്പോസ് എക്സാമ്പിൾ ഒരു ഏരിയ എടുക്കുകയാണെങ്കിൽ ആ ഏരിയയിൽ സബ്സ്റ്റേഷൻ ഉണ്ട്. ആ ഏരിയയിൽ കുറേ വീടുകൾ ഉണ്ടെങ്കിൽ ഓരോ വീട്ടിലെയും മാക്സിമം ഡിമാൻഡ് എന്താണോ, ഓരോ വീട്ടിലെയും മാക്സിമം ഡിമാൻഡ് എന്താണോ അതിന്റെ എല്ലാം സം അതാണ് സം ഓഫ് ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ്. ഇൻഡിവിജ്വൽ വീടിന്റെ എക്സാമ്പിൾ ആണ് ഇൻഡിവിജ്വൽ വീടിന്റെ മാക്സിമം ഡിമാൻഡ് എല്ലാ വീടുകളിലും സമ്മും ഡിവൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡ് പവർ സ്റ്റേഷൻ. ആ ഏരിയയിലുള്ള വീടുകളെ പവർ സപ്ലൈ കൊടുക്കുന്ന പവർ സ്റ്റേഷനിൽ ഉണ്ടാകുന്ന മാക്സിമം ഡിമാൻഡ്, ആ ഒരു റേഷ്യോനാണ് ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. ഇത് നമുക്കറിയാം എപ്പോഴും സം ഓഫ് ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ് ആയിരിക്കും മാക്സിമം ഡിമാൻഡ് പവർ സ്റ്റേഷനേക്കാളും കൂടുതൽ. അതുകൊണ്ട് തന്നെ ഡൈവേഴ്സിറ്റി ഫാക്ടർ എപ്പോഴും ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഓർത്തിരിക്കുക, ഡൈവേഴ്സിറ്റി ഫാക്ടർ എപ്പോഴും ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. നേരത്തെ പറഞ്ഞ ലോഡ് ഫാക്ടറും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഡിമാൻഡ് ഫാക്ടറും ലെസ് ദാൻ 1 ആണെങ്കിൽ ഡൈവേഴ്സിറ്റി ഫാക്ടർ ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അടുത്ത 5ാമത്തെ ടേം എന്ന് പറയുന്നത് പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ ആണ്. പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ വെച്ചാൽ ആ പ്ലാന്റിന്റെ യൂട്ടിലൈസേഷൻ നോക്കാനുള്ള ഫാക്ടർ ആണ്. അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആക്ച്വൽ എനർജി പ്രൊഡ്യൂസ്, എത്ര എനർജിയാണ് ശരിക്കും പ്രൊഡ്യൂസ് ചെയ്തത് ഡിവൈഡഡ് ബൈ ആക്ച്വൽ എനർജി ദാറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, ഒരു പ്ലാന്റിന്റെ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ആ പ്ലാന്റിന് മാക്സിമം കൊടുക്കാൻ പറ്റുന്ന കപ്പാസിറ്റി, അതാണ് ആക്ച്വൽ എനർജി ദാറ്റ് കുഡ് ബി പ്രൊഡ്യൂസ്. ആ സമയം ന്യൂമറേറ്റർ ടേം എന്ന് പറഞ്ഞാൽ ആക്ച്വൽ എനർജി പ്രൊഡ്യൂസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്ലാന്റ് കപ്പാസിറ്റി ഒരു 50 kV ആണെന്ന് വിചാരിക്കാം. പക്ഷേ ആക്ച്വൽ ആയിട്ടുള്ള എനർജി കൺസ്യൂം ചെയ്യുന്നത് അവിടെ 40 kV ആയിരിക്കും. അപ്പോൾ ആ ജനറേറ്റർ 40 kV വേണ്ടി വരുള്ളൂ. അപ്പോൾ അതിനെ 40 kV നമ്മൾ ആക്ച്വൽ എനർജി പ്രൊഡ്യൂസ് എന്ന് പറയാം. നേരെ മറിച്ച് പ്ലാന്റ് കപ്പാസിറ്റി ആക്ച്വൽ എനർജി പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ അതിന്റെ 50 ആണ് അതിന്റെ പ്ലാന്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആക്ച്വൽ എനർജിനെ നമുക്ക് ആവറേജ് ലോഡ് ഇൻറ്റു ടൈം ആയിട്ട് എഴുതാം. അതുപോലെ തന്നെ ആക്ച്വൽ എനർജി ദാറ്റ് കുഡ് ബി പ്രൊഡ്യൂസ്ഡ് നമുക്ക് പ്ലാന്റ് കപ്പാസിറ്റി ഇൻറ്റു
ടൈമിംഗ് ഏതാണ്. അങ്ങനെയെങ്കിൽ ഈ ടിയും ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ആവറേജ് ലോഡ് ഡിവൈഡഡ് ബൈ പ്ലാന്റ് കപ്പാസിറ്റി. അപ്പോൾ നമുക്ക് ചോദ്യത്തിലെ ആവറേജ് ലോഡും അതുപോലെ തന്നെ പ്ലാന്റിന്റെ കപ്പാസിറ്റി തന്നിട്ടുണ്ടെങ്കിൽ നേരെ നമുക്ക് പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കാം പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടറിന്റെ ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ആക്ച്വൽ എനർജി പ്രൊഡ്യൂസ് ഡിവൈഡഡ് ബൈ ആക്ച്വൽ എനർജി ദാറ്റ് വിൽ ബി പ്രൊഡ്യൂസ്, അല്ലെങ്കിൽ റേഷ്യോ ഓഫ് ആവറേജ് ലോഡ് ടു പ്ലാന്റ് കപ്പാസിറ്റി. അവസാനത്തെ ഫാക്ടർ ടേം എന്ന് പറയുന്നത് റിസർവ് കപ്പാസിറ്റി ആണ്. റിസർവ് കപ്പാസിറ്റി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് പ്ലാന്റിന്റെ കപ്പാസിറ്റി മൈനസ് മാക്സിമം ഡിമാൻഡ്. ഓർത്തിരിക്കുക. അപ്പോൾ ഈ 6 പോയിന്റ്സും 6 ഫാക്ടേഴ്സും ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്, നേരിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ജനറേഷൻ ഭാഗത്ത് സിലബസ് കവർ ചെയ്ത് കഴിയാണ്. അപ്പോൾ ഈ ടേംസും അതുപോലെ തന്നെ ഓരോ പ്ലാൻസിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒക്കെ ഓർത്തിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ട്രാൻസ്മിഷൻ പാരാമീറ്റേഴ്സും ട്രാൻസ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് കാണാം. അതുവരെയും എല്ലാവർക്കും ഗുഡ് ബൈ.